ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കാര്യം എൻ്റെ വീട്ടിൽ പോയിട്ടുള്ള ഒരു ഇഫ്താർ വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഞാൻ വീക്കിലെന്തെങ്കിലും എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ച്. പ്രാവശ്യം ഇങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് വന്നിട്ട് ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും നമ്മളെ വീക്കിലൊന്ന് പോകുന്നതാണ് കണക്ക്. എല്ലാ വെള്ളിയാഴ്ചയും കണക്കിന് കേട്ടോ പോവാം. ഇപ്രാവശ്യം വെള്ളിയാഴ്ച പോകാൻ പറ്റിയിട്ടില്ലേനും. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ച് ഇന്നെന്തായാലും ഇന്നത്തെ ഇഫ്താർ കാര്യങ്ങളിലും നമുക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ആക്കാമെന്ന്. ഇവിടെ ഇപ്പം നമ്മൾ രണ്ടാളും മാത്രമായതുകൊണ്ട് നോമ്പ് മുറിക്കാനും തുറക്കാനും എല്ലാം ഒറ്റക്കായിട്ടാണ്. കാര്യം എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് എന്ത് ഫുഡായാലും ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടമാണ് എല്ലാവരും ഒപ്പരിരുന്ന് കഴിക്കുന്നത്. അതേപോലെ തന്നെയാണ് കേട്ടോ ഷെബിക്കാക്കും. അപ്പം അമ്മ വിചാരിച്ച് ഇന്നത്തെ ഇഫ്താർ കുറച്ച് ഹെവി ആയിക്കോട്ട് നമുക്ക് എല്ലാവരും അയച്ച് അങ്ങനെ നോമ്പ് മുറിയൊക്കെ ആക്കാമെന്ന്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ കുറച്ച് ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ച കടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കാര്യം ഞാൻ ഒരുപാടൊന്നും കൊണ്ടുവന്നില്ല. അതേപോലെ ഞാൻ ഇതിനായിട്ട് ആക്കിയിട്ട് കൊണ്ടുവന്നതും അല്ല കേട്ടോ. അതിനൊന്നും ഉമ്മ സമ്മതിക്കൂല. അപ്പം ഞാൻ വിചാരിച്ച് ഉണ്ടാക്കിയ കടിയിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് അങ്ങനെ അവരും കൂടി ഞാൻ ഉണ്ടാക്കിയ കടിയുടെ ടേസ്റ്റൊക്കെ അവരും കൂടി അറിയണ്ടേ. സത്യം പറഞ്ഞാൽ അവർ കാര്യമായിട്ട് ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ ഒരു ഐറ്റംസും കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ അവിടെ പോയാൽ എന്നെ കൊണ്ട് കാര്യമായ പണിയൊന്നും എടുപ്പിക്കൂല. അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ടേസ്റ്റ് അറിയാൻ വല്ല വയ്യൊന്നും ഇല്ലല്ലോ. അപ്പോൾ ടേസ്റ്റ് അറിയാൻ മാത്രമുള്ള സാധനം ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. കുറച്ച് ഇറച്ചിയടി എടുത്തിട്ടുണ്ട്, കായടി എടുത്തിട്ടുണ്ട്, 2 ടൈപ്പ് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പം ആ 2 ടൈപ്പ് റോൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് കല്ലുമ്മക്കായും ഒരു ബോക്സിൽ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒരു ഭാഗത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം എനിക്ക് വേറൊരു ബോക്സും കൂടി കൊണ്ടുപോകാനുണ്ട് കേട്ടോ. അത് സംഭവം ഒരു ഹാമ്പർ ബോക്സ് ആണ്. കാര്യം ഒരു ഡ്രസ് ഹാമ്പറും പിന്നെ ഒരു ബൊക്കയും പിന്നെ ഒരു ഫ്രെയിമും ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് കൊണ്ടുപോകാനുള്ളത്. ഇതൊക്കെ നാട്ടിൽ ഡിസ്പാച്ച് ചെയ്യാനുള്ളതാണ്. ഇതൊക്കെ കൂടി ഒരാൾക്ക് തന്നെ ഉള്ളതാണ് കേട്ടോ. ഈ ഒരു ഓർഡർ കിട്ടിയിട്ട് 2 ദിവസം ആയിട്ടല്ലോ. അപ്പോൾ തന്നെ ഞാൻ ഫുള്ള് വാങ്ങി സെറ്റാക്കിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഈ ഒരു പോക്കിൽ തന്നെ എനിക്ക് നാട്ടിലേക്ക് എടുക്കണേനും. അങ്ങനെ ഇതാ ഈ ഒരു ബോക്സാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. ബോക്സ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രെയിം സെറ്റ് ചെയ്യാനുണ്ട് അത്രേ. പോകുന്ന വഴിയിൽ ഇനി പ്രിന്റ് എടുത്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും ഇവിടെ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടില്ല. ഞാൻ ഈ ഒരു ഹാമ്പറിലേക്കുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോയിട്ടുള്ള ഒരു ചെറിയൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ ചെറിയൊരു ഭാഗം കാണിക്കുന്നുണ്ടേനും. ഇതിൽ തന്നെ എനിക്ക് നല്ല റിവ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആ ഷോർട്ട്സ് ഇട്ട സമയത്ത് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് എനിക്കൊരു 5-6 മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സിനെ പറ്റിയിട്ടില്ല കേട്ടോ. കാര്യം എല്ലാവർക്കും ഇഷ്ടമായിന്, എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിന്. അങ്ങനെ ഈ ഒരു ഹാമ്പറിൽ വേറൊരു ലിപ്സ്റ്റിക്കും കൂടി വരുന്നുണ്ട്. അത് ന്യൂഡ് ഷെയ്ഡിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും ചോക്ലേറ്റ്സും വെച്ചിട്ടാണ് കേട്ടോ ബോക്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായ. ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന ടൈമിൽ തന്നെ ഷിബിക്ക് തിരക്കാക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് എൻ്റെ വീട്ടിലേക്ക്. അപ്പൊ ഇപ്പൊ തന്നെ സമയം ഒരുപാടായിട്ടുണ്ട്. അപ്പൊ ഞാനിത് വേഗം തന്നെ റെഡി ആവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ട് റെഡി ആവേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മോയ്സ്ചറൈസറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. ഇപ്പൊ നല്ല രീതിക്ക് തിരക്കാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ വാരി തേച്ച് എന്റെ പരിപാടി എങ്ങനെ കഴിച്ചു. പിന്നെ ഡ്രസ്സൊന്നും നോക്കി സമയം കളയുന്നില്ല. ഞാൻ ഈ ഒരു അബയാണ് കേട്ടോ വേറെ എന്നുള്ളത്. ഇപ്പൊ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അബയാണ്. പിന്നെ ഈ ഒരു സ്കാർഫ് നിങ്ങളൊക്കെ എല്ലാ വീഡിയോയിലും കാണുന്നതായിരിക്കും. കാര്യം ഇത് ഞാൻ ഊരാറില്ല. എൻ്റെ ഫേവറേറ്റ് ആണ്. മോജോന്റെ സ്കാർഫാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇട്ടാൽ ഭയങ്കര കംഫർട്ടായതുകൊണ്ട് ഞാൻ എപ്പം ഇപ്പൊ ഇത് തന്നെയാണ് യൂസ് ചെയ്യല്. സ്കാർഫ് ചെയ്യാൻ പിന്നെ നമ്മൾ എക്സ്പെർട്ട് ആയതുകൊണ്ട് വേഗം തന്നെ പരിപാടി ചെയ്യും. അപ്പം നമ്മളെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് മാത്രമുള്ള ഒരു സംഗതിയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അബയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ. അതെന്റെ മുഖത്ത് കാണാൻ തന്നെ ഉണ്ടാവും. അപ്പൊ എന്റെ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. അപ്പം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബാഗും കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു ബാഗും ഈ ഒരു അബയ്ക്ക് അടിപൊളിയാണ്. നീയും ഇവിടെ നിന്ന് ഷോ കാണിക്കാൻ നിന്നാലേ പുറകുന്ന് മേട്ട് വരുന്ന വഴി നമുക്കറിയില്ല കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ ഇറങ്ങാം. അപ്പൊ എല്ലാ സാധനവും പുറക്കി എടുക്കുന്നുണ്ട്. നേരത്തെ കാലത്തേ നോക്കി എടുത്തു വെച്ചാലും അവസാനം ഞാൻ എന്തെങ്കിലുമൊക്കെ മറക്കും. അതെനിക്ക് സ്ഥിരം പരിപാടിയാണ് കേട്ടോ. അപ്പൊ ഒന്നിക്കൽ ഹെൽമെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മാലിക്കൂനുള്ള ഡയപ്പർ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറക്കലുണ്ട്. ഇന്നിപ്പം ഇവരെ രണ്ടാളെയും തന്നെ എടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിലും ഐസൂനെയും മാലിക്കിനെയും ഉറക്കം എണീപ്പിക്കാനേ ഞാൻ മറന്നുപോയി. അങ്ങനെ 2 പേരെയും എണീപ്പിച്ചതിന്റെ ഭാരാന്ന് ഇവരെ മുഖത്തിപ്പോ കാണുന്നത്. അങ്ങനെ പിന്നെ വേഗം തന്നെ 2 റെഡിയാക്കി. അങ്ങനെ നമ്മൾ 3 റെഡിയായിട്ട് ഇരുത്തം തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആവാനായിട്ടുണ്ട്. അപ്പൊ ഇനി ഷെപ്പിക്ക കഴിഞ്ഞിട്ടുണ്ടായേ. അങ്ങനെ പിന്നെ വീടൊക്കെ പൂട്ടി ഇറങ്ങിയ ശേഷാട്ടാ ഞാൻ എന്റെ തലപ്പാവ് എടുക്കാത്ത കാര്യം ഓർത്തത്. അങ്ങനെ വീണ്ടും കയറിപ്പോയി ഹെൽമെറ്റ് ഒക്കെ എടുത്ത് ഡോറൊക്കെ അടച്ച് ഇതാ സാധനങ്ങളൊക്കെ പറക്കി വരുന്ന കേട്ടാ. അപ്പൊ എല്ലാരും കയറി റെഡി ആയിരുന്നിട്ടുണ്ട്. അവസാനം ഞാൻ തന്നെ ലേറ്റ്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനം സേഫ് ആക്കി വെച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കയറി ഇരുന്നപ്പാണ് കേട്ടാ കാര്യമായ കാര്യം മറന്നെന്നുള്ളത് മനസ്സിലായത്. കാര്യം ഞാൻ ഫ്രെയിമിലേക്കുള്ള പ്രിന്റ് എടുക്കണം എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുപ്പത്തിലെ അൽഷിമേഴ്സ് ബാധിച്ചുകൊണ്ട് കാര്യം തന്നെ ഞാൻ മറന്നുപോയി. പിന്നെ പെട്ടെന്ന് തന്നെ പ്രിന്റെല്ലാം സേവ് ചെയ്ത്
ചെയ്തിട്ട് കടയിലേക്ക് അയച്ചു കൊടുത്തോണ്ട് അവർ വേഗം തന്നെ എടുത്ത് തന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ പിന്നെ നമ്മളെ യാത്ര തുടങ്ങി. എന്റെ വീട്ടിൽ നിന്ന് ഒരു 3/4 മണിക്കൂറോളം ഓട്ടം ഉണ്ട് കേട്ടോ. നാട്ടിലേക്ക് പറപ്പിച്ചു വിട്ടാൽ കുറച്ചുകൂടി നേരത്തെ എത്തും. ഇപ്പൊ നാട്ടിലേക്കുള്ള വഴി നല്ല അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞത് റോഡും നല്ലതാണ്, അതേപോലെ കാഴ്ചകളും നല്ലതാണ്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്റെ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടാ. കാര്യം എനിക്ക് ലൈറ്റ് പോകുന്നതിന് മുമ്പേ ഫോട്ടോസ് ഒക്കെ എടുക്കണമെങ്കിലും അങ്ങനെ ഞാൻ വീട്ടിലെത്തിയ പാടെ തന്നെ അതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ആൾക്കാരും ഉള്ളൊരു ഡൗട്ടാണ് കേട്ടോ. ഇപ്പം നമ്മളെ ബർത്ത്ഡേ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫ്രെയിംസിലേക്കുള്ള പ്രിന്റ് ഒക്കെ ഉണ്ടാക്കുമ്പം ഏത് ആപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യലുള്ളത്? ഞാനിപ്പം ക്യാൻവയാണ് ഉപയോഗിക്കല്. ക്യാൻവയിൽ കുറേ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്. അതേപോലെ ക്യാൻവ യൂസ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ക്യാൻവയാണ് കേട്ടോ ഉപയോഗിക്കല്. അപ്പൊ അങ്ങനെ നമ്മളെ ഫ്രെയിമും സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കലാണ് കേട്ടോ അടുത്ത പണി. ഞാനിപ്പം വീട്ടിലേക്ക് വരുമ്പം കാര്യമായിട്ട് ബാക്ക്ഗ്രൗണ്ട് പ്രോപ്സ് ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ചെടിയുടെ മുന്നിൽ നിന്നിട്ടാ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എടുക്കല്. അങ്ങനെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ച് എന്നിട്ട് പിന്നെ ഞാൻ കിച്ചണിലേക്ക് പോയിട്ടാ. ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞാല് എനിക്ക് കാര്യമായിട്ടുള്ള കിച്ചൺ ഡ്യൂട്ടി ഒന്നും ഉണ്ടാവില്ലേ. ഞാൻ കിച്ചണിൽ കയറി കഴിഞ്ഞാല് എന്റെ പണിയും ഇവരെ പണിയും നടക്കൂല എന്നാണ് ഇവര് പറയല്. അല്ല, ഒരു പറയുന്നതിലും കാര്യമുണ്ട്, തള്ളിക്കളയാനൊന്നും പറ്റൂല. അപ്പൊ എന്റെ മൂത്ത സിസ്റ്റർ ഇവിടെ എന്തോ കാര്യമായിട്ട് ഇഞ്ചിയും പച്ചമുളകും പച്ചമാങ്ങ ഇട്ട ജ്യൂസാണ് ഇട്ട് അടിക്കുന്നത്. അപ്പൊ ഇന്നെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാം. നമുക്കിനി ജീവൻ ഉണ്ടെങ്കിൽ അടുത്തൊരു വ്ലോഗിൽ കാണുകയും ചെയ്യാം. അപ്പൊ ഇവൾ എന്തൊക്കെയോ ഇടുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരു കറി വെക്കേണ്ട സാധനം തന്നെ ഈ ജ്യൂസ് അടിക്കാൻ വിട്ടിട്ടുണ്ടാവും. അങ്ങനെ ഇതാ ജ്യൂസൊക്കെ അടിക്കുന്നുണ്ട്. ഇപ്പം മുട്ട പപ്സിന്റെ പരിപാടിയും കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ മുട്ട പപ്സ് ഉണ്ടാക്കലൊന്നും വലിയൊരു ഐഡിയ ഇല്ലാത്ത പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാത്ത ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. ഞാൻ പോയിക്കഴിഞ്ഞ എൻ്റെ ഉമ്മക്ക് ഉണ്ടാക്കി വെക്കല്. അങ്ങനെ ഇപ്പം ഇതമ്മ മുട്ട പപ്സിന്റെ പരിപാടി ചെയ്യുമ്പോൾ ഞാൻ ഇപ്പുറത്തെ കല്ലുമ്മക്കായി, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ കല്ലുമ്മക്കായി കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിൽ നിന്ന് കുറച്ച് കല്ലുമ്മക്കായി എടുത്തിട്ട് പൊരിക്കാനുള്ള രീതിയിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇപ്രാവശ്യം തോടോടിയേനും വെച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ പൊളിച്ചെടുക്കുമ്പോൾ കുറച്ച് പണിയെല്ലാം ഉണ്ടേനും. അങ്ങനെ അത് മൊത്തം ഒരു ഭാഗത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതാക്കി വെച്ചപ്പോഴത്തേനും അനിയത്തി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓളിത് മുളകൊക്കെ തേച്ച് വെക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് എന്റെ ബോക്സിന്റെ പരിപാടി നോക്കാൻ വേണ്ടി കഴിഞ്ഞു. ഓൾറെഡി ഞാൻ ബോക്സ് വീട്ടിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പം എനിക്ക് തോന്നി ഈ ഫ്രെയിം ഇതിനകത്ത് പോകുന്നതുകൊണ്ട് ഈ ഒരു ഫ്രെയിമും കൂടി ഈ ഒരു ബോക്സിന്റെ അകത്ത് തന്നെ വെക്കുന്നതാണ് നല്ലത് എന്ന്. അപ്പൊ ഞാൻ വീണ്ടും ഇതൊക്കെ ഒന്നുകൂടി പുറത്തേക്ക് എടുത്തിട്ട് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേഗം തന്നെ സെറ്റ് ചെയ്തിട്ട് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി എടുത്തു കഴിഞ്ഞാൽ എന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാ. നോമ്പുമുറിന്റെ ടൈം ആവാനായിട്ടുണ്ട്. അവസാന നിമിഷം പോയിച്ച് കല്ലുമ്മക്കായും കൂടി ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ടൈമില്ല, അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് വേഗം തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ എനിക്കിപ്പം ഇങ്ങനെ ചെറിയ ചെറിയ പണികൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചതായിരുന്നു, അത് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇതാകുമ്പോൾ ലൈവ് മുട്ട പപ്സ് ഉണ്ടാക്കലാണ് കേട്ടോ കണ്ടത്. അങ്ങനെ മുട്ട പപ്സും നല്ല ചൂട് മുട്ട പപ്സും കൂടി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയിലേക്ക് കൂടി ഒരാൾ ഇവിടെ ഇരുന്നിട്ട് കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ടേനു. പിന്നെ ഇതാത്ത ഒരു സ്പെഷ്യൽ സാധനം കൂടി ഉണ്ട്. ഇതാണ് ബ്രെഡ് പിസ്സ. സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. കാണാൻ മാത്രമല്ല കഴിക്കാനും അടിപൊളിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന പിസ്സനേക്കാളും ടേസ്റ്റ് ആയിട്ട് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായത്. അങ്ങനെ ഞാൻ അതിന്റെ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ട് നേരെ പിറ്റേന്ന് വന്നപ്പോൾ തന്നെ ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. കഴിച്ചിട്ട് തിരിച്ചു മറിച്ച് നോക്കിയിട്ടും എനിക്ക് ഇതിന്റെ ഈ ഒരു ഡോ എങ്ങനെയാണ് ഇവൾ ഉണ്ടാക്കിയെന്നുള്ളത് പിടികിട്ടിട്ടില്ലേനും. പൊതുവേ ഞാനിപ്പം ടേസ്റ്റ് നോക്കിയിട്ട് വന്നിട്ടാ ഇതിനകത്തുണ്ടായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്നൊക്കെ കണ്ടുപിടിക്കല്. അപ്പം ഇങ്ങനെയൊക്കെ മനസ്സിലാകുന്നില്ല കേട്ടോ. അങ്ങനെയാണ് അവസാനം ഇവള് ബ്രെഡാന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടറായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓള് കട്ട് ചെയ്ത് കൊണ്ടുവച്ചിട്ടല്ലേ ഉണ്ടായിന്. പിന്നെ ഉമ്മ വേറെയും കടികളൊക്കെ പൊരിച്ചു വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. റോളും പിന്നെ കയ്യടിയും ഒക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഫുള്ള് സെറ്റായി ഗൈസ്. ഇത് ബാങ്ക് വിളിച്ച മാത്രം മതി. എന്റെ ശീലം ഞാൻ തെറ്റിക്കുന്നില്ല. ബാങ്കിന് മുന്നേ തന്നെ എന്റെ സൈറ്റ് ഞാൻ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഫുഡ് കണ്ട ഫുഡ് എന്ന് വന്ന് വീന്നൊരു അസുഖം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഫുഡിന് മുന്നേ പോയിട്ട് നേരത്തെ കാലത്ത് ഇരുന്നിട്ടില്ലെങ്കിലും ഉണ്ടല്ലോ എനിക്കൊരു സമാധാനക്കേടാണ്. പിന്നെ ബാങ്ക് കൊടുക്കും വരെ സമാധാനക്കേടായിരിക്കും. അങ്ങനെ ഇവളിത് അതിൻ്റെ ഇടക്ക് ഇത് ഇങ്ങനെ ഒന്നല്ല വെക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റിയും തിരിച്ചൊക്കെ വെക്കുന്നൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാല് എനക്കും ശപിക്കാക്കുണ്ടല്ല എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത്, എല്ലാവരും കൂടി കുഴഞ്ഞിട്ടുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും നോമ്പുമുറി കഴിഞ്ഞിട്ടും ആ നോമ്പുമുറിന്റെ ഫീല് കിട്ടിയത് തിന്നേനും. അങ്ങനെ ഇതാ ആദ്യം തന്നെ നമ്മളെ പച്ചമാങ്ങ ജ്യൂസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യണം. പിന്നെ പിസ്സ കഴിച്ച് എല്ലാം ആദ്യം തന്നെ നോട്ടിട്ട് വെച്ച ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പൊതുവേ എൻ്റെ അടുക്ക കല്ലുമ്മക്കായ നിറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം മുരിച്ചിട്ടൊന്നും ഉണ്ടാക്കൂല. പക്ഷെ ഇതിപ്പോൾ നല്ലോണം മുരിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ല ഇനി സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ. കാര്യം ഒരാഴ്ചക്ക് ഒരിക്കൽ പോവെങ്കിലും എന്നാലും നമ്മളെ വീട് വിട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമൊക്കെ ഉണ്ടല്ലോ,
അത് സത്യത്തിന് ഈ നോമ്പിനെല്ലാം വല്ലാണ്ട് അറിയുന്നുണ്ട്. അങ്ങനെ പിന്നെ നോമ്പും മുറിയും പ്രയറും കത്തേടിയും ഒക്കെ കഴിഞ്ഞ ശേഷം ഞാനും ഷെബികയും കൂടിയിട്ട് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ എവിടെ പോയാലും എൻ്റെ അൽഷിമസ് കൂടെ ഉണ്ടാവും, എൻ്റെ മറവി രോഗി. അങ്ങനെ എൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടി മറന്നിട്ടേനും ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വീഡിയോസ് ഒന്നും ഞാൻ പിന്നെ എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്ത നഷ്ടവും കൂടിയായിരുന്നു. കാര്യം ആ വീട് ഒരു മിനി കൃഷിഭവൻ തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇൻഷാല്ല ഞാൻ ഇനിയിപ്പോന്നുണ്ടെങ്കിൽ എന്തായാലും ആ വീട്ടിൽ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവിടുന്ന് കുറേ ചക്കയും മാങ്ങയും തേങ്ങയും കപ്പക്കയും ഒക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ടായേ. പിന്നെ വന്നപ്പോൾ തന്നെ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വിടാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ടേന്. അങ്ങനെ ഇതാ ദോശ ഉണ്ടേനും ചിക്കൻ കറി ഉണ്ടേനും ബീഫ് കറി ഉണ്ടേനും ഏത് വേണമെങ്കിലും എടുക്കുക എന്തല്ലേ. അങ്ങനെ ഇതാ നമ്മൾ ചിക്കൻ കറിയും ദോശയൊക്കെയാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായേ. പിന്നെ നേരെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, ഒരു ചാക്ക് നിറയെ സാധനമായിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. കാര്യം എൻ്റെ വീട്ടിൽ വന്നിട്ട് എപ്പോൾ തിരിച്ച് വരുമ്പം ഇങ്ങനെ കുറേ സാധനം എടുത്തിട്ട് വന്നിട്ടില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടൂല. അല്ലെ വ്ളോഗൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ മാത്രമല്ല കേട്ടോ, എന്നെപ്പോലെ വീടെടുത്ത് ഒറ്റക്ക് താമസമില്ലേ അധികം ആൾക്കാരും വീട്ടിൽ പോയി വരുമ്പം ഇതേ ഒരു രൂപത്തിലായിരിക്കും തിരിച്ചു വരിക. ഒരക്കുന്ന എങ്ങനെയെല്ലാം പള്ള നിറച്ചിറങ്ങിയിട്ടും കാര്യമില്ല. എനിക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ ലൈം സോഡ നിർബന്ധമായിട്ട് കുടിക്കണം. അങ്ങനെ ഇതാ നല്ലൊരു തണുത്ത ലൈം സോഡ കുടിച്ചിട്ടുണ്ടേനും. പിന്നെ ഇതാ ഐസൂനും മാലിക്കൂനും വേണ്ടിയിട്ട് കോണൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടേനും. അങ്ങനെ അവർക്ക് കമ്പനിക്ക് ഞാനും ഒരു കോണൊക്കെ വാങ്ങി കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് കേട്ടോ. മനസ്സിൽ എത്ര വിഷമമുണ്ടെങ്കിലും നല്ലോണം തിന്നാൽ ആ വിഷമൊക്കെ മാറുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഓക്കേടാ.